എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര ഇവിടെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. തീ കൂട്ടി വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാരമൽ സോസ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട, പകുതി ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ഇതുപോലെ പാലിൽ മുക്കിയിട്ട് ഓരോ ബ്രെഡും നിരത്തി കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. വീണ്ടും ഓരോ ബ്രെഡ് അതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ക്രീം ഇട്ട് കൊടുത്തിട്ട് നേരത്തെ മാറ്റി വെച്ച കാരമൽ സോസ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കാരമൽ സോസിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് മുഴുവനും ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തണുപ്പിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.